ഒരു മാസം കൊണ്ട് ട്രേഡ് ലൈസൻസ് ഒപ്പിക്കണം, കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, വണ്ടികൾ വാങ്ങണം, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം, ലീഗൽ സാങ്ഷൻസ് എല്ലാം റെഡിയാക്കണം അല്ലേ? ഇതിന്റെ തലക്കൊല്ല ഓളുണ്ടോ? എടാ നീ വിചാരിച്ച നടക്കും. നീ വിചാരിച്ച നടക്കും. നിന്റെ ആ ഫ്രണ്ടിലെ മറ്റേ അറബി ചെക്കൻ രതീഷ് അല്ല എന്താണ് റഷീദ്, അവന്റെ ചെറിയൊരു ഹെൽപ്പ് കിട്ടിയാൽ മതി. നടക്കില്ല, എന്റെ ഫ്രണ്ട്സിനൊന്നും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല ചെറി. എടാ അവന്റെ കയ്യിലുള്ള കാശിനൊന്നും വേണ്ടിയിട്ടല്ല, ഈ ഗവൺമെന്റ് പേപ്പേഴ്സും സാങ്ഷൻസ് ഒക്കെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ നല്ല കാശും കൊടുത്തോളാം കുറച്ച്. Eben, can we focus in here? One second, ma'am. Some technical problems. ഈ തലവിടെ വിളിച്ചു കൂടി ഒരു കാര്യമില്ല. നീ സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിനക്ക് എന്താ ഇവിടെ കാര്യം? നീ സമ്മതിച്ചാ ശരി, എനിക്കൊരു കിക്കാറ്റ് വായിച്ചു ഫാമിലി പാക്ക്. എടാ ഇതിലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. കടങ്ങൾ തീർത്താൽ മാത്രം പോരല്ലോ, ബിസിനസ്സിൽ നമുക്ക് വളരണ്ടേ. സ്റ്റീൽ മാത്രം ഒതുങ്ങിയിട്ട് ഒരു കാര്യമില്ല, പല ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങണം. ഏതെങ്കിലും ഒന്നിൽ പ്രശ്നം വന്നാലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. എടാ പ്ലീസ്. ശരി, ഞാൻ രതീഷിനെ വിളിക്കാം. റഷീദിനെ വിളിക്കാം. നീ തങ്കപ്പനുള്ള പൊന്നപ്പൻ. അപ്പൊ ശരി, നിന്റെ പണി നടക്കട്ടെ. പെൺപിള്ളയുടെ വോയിസ് ഉള്ള അല്ലേ? സോറി. We'll do it again. നൈസ് വർക്ക് ജെറി. കൊള്ളാല്ലേ? ലോഗോ കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. മെല്ലെ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങണം. ലോഗോ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞോളൂ. എങ്ങനെയുണ്ട്? കളർഫുൾ അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. കൊള്ളാല്ലേ? ഇത് ഇച്ചിരി ക്ലാസ്സായി പിടിച്ചാ. തെയ്യം പോലെ ഉണ്ട്. ഒന്ന് നീക്ക്. കിങ്ഡം ഓഫ് ഹെവൻ. പേര് കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. ഒരൊറ്റ ബട്ടൺ നിൽക്കാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്നാ ഡിലീറ്റ്. നമ്മുടെ ഡിസൈൻ അത്ര മോശമൊന്നുമല്ല അല്ലേ? I like it. മീ ടു. അവന് കളർ സെൻസ് ഒന്നുമില്ലടാ. എന്തുകൊണ്ടാണോ ഡിസൈൻ ചെയ്യണം? ഓക്കേ, വരാം. നീല് ഊതറേരി ഉറപ്പാ. എന്താണ്? Nice work, Eben. കിങ്ഡം ഓഫ് ഹെവൻ. എന്തോ കുറവ് തോന്നണല്ലേ? One second. ജേക്കബ്സ് കിങ്ഡം ഓഫ് ഹെവൻ. കൊള്ളാട്ടോ. മുത്തേ, നീ അവരൊരു ചിരിച്ചൊക്കെ നിൽക്കണേ. ഈ പോലെ ഹായ്, ഹലോ സർ, വെൽക്കം ടു ദുബായ്. നൈസ് ടു മീറ്റ് യു മാം. അതെ, എപ്പോഴും ഈ രണ്ടെണ്ണത്തിന് എടുത്തു നടക്കാൻ എനിക്ക് പറ്റൂല. ഒരെണ്ണത്തിന് നിങ്ങൾക്ക് എടുത്തൂടെ? വെറുതെ കുമ്പേം കുളിക്ക് ഇങ്ങനെ നടക്കും. മാരിഡ് ലൈഫ് ഈ പ്രേമിക്കുമ്പോഴൊക്കെ എന്ത് സുഖാന്നറിയോ? പക്ഷെ കെട്ടിക്കഴിഞ്ഞ് കുട്ടികളും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സാറേ എടുത്തേക്കില്ലേ? अजीब दास्तां है ये, कहाँ शुरू कहाँ खत्म, ये मंजिलें हैं कौन सी, न वो समझ सके न हम, अजीब दास्तां है ये. ജേക്കബ്സ് കിങ്ഡം ഓഫ് ഹെവൻ. ജേക്കബിൻ്റെ സ്വർഗരാജ്യം. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിച്ച സ്വർഗത്തിലെത്തുന്ന പറയാം. ജെറിക്ക് വിശ്വാസമുണ്ടോ അങ്ങനെ ഒരു സ്വർഗരാജ്യം ഉണ്ടെന്ന്? വിശ്വാസമല്ല, അങ്ങനെ ഒരു സ്വർഗരാജ്യമുണ്ട്. എവിടെ? കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ വരും. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഷാർജ, കോർണിഷിൽ നിന്ന് ലെഫ്റ്റ് ഒരു 700 മീറ്റർ മുന്നോട്ട് പോയാൽ ഇടതുവശത്ത് കാണുന്ന ബിൽഡിംഗ്. ഇങ്ങടെ കുടുംബമാണല്ലേ ഇങ്ങടെ സ്വർഗരാജ്യം.
ഇങ്ങടെ മാത്രല്ല നമ്മളെല്ലാവരുടെയും. कहाँ शुरू कहाँ खत्म, ये मंजिलें हैं कौन सी. താങ്ക് യു ജെറി. നാട്ടിൽ വരുമ്പോ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി ദുബായിൽ വെക്കേഷൻ വരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. ബൈ പറഞ്ഞേ. താങ്ക് യു. ശരി ബൈ. അബ്ദുക്ക, ഓ നമ്മളിവർക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞാനിത് ജെറിക്കൊന്ന് കൊടുത്തോട്ടെ. അതിനവൻ ക്രിസ്ത്യനല്ലേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? മതമൊക്കെ അമ്മക്കല്ലേ ഉള്ളൂ. പടച്ചോൻ എന്ത് മതം, ഞാൻ അത് കൊടുത്തിട്ട് വരാം. ദേ ടാറ്റ കൊടുത്ത്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ബൈ. ആമാ ജെറി, മുരളിമേനൻ വിളിച്ചിരുന്നു. നിന്നെ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. നീ പറഞ്ഞ സെറ്റിൽമെൻറ്റിന് ഞാൻ തയ്യാറാണ്. അമൗണ്ടും ചെക്കും റെഡി ആയിട്ട് വെച്ചോ. അയ്യോ, സെറ്റിൽമെൻറ്റിന് സാറ് റെഡിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാശെടുത്ത് വേറെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി അത്ര എമൗണ്ട് റെഡിയാക്കണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. സോറി, ഞാൻ അത് ഓരോ തവണയും വാക്ക് മാറ്റി പറയാണ്. നിന്റെ അപ്പനെ പോലെ. നിന്റെ അപ്പനെ ആ പാകിസ്ഥാനി പത്തിച്ച അതേ അവസ്ഥയിലാണ് ഞാൻ. എന്റെ ബിസിനസ് പൊളിഞ്ഞു. കാലിനടിയിലും മണ്ണൊഴിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇനി മേലും കഴി നോക്കാനില്ല. പറഞ്ഞ കാശ് എന്റെ കയ്യിലേക്ക് വന്നില്ലെങ്കിൽ നീ നിന്റെ അമ്മ നിന്റെ മൊത്തം കുടുംബത്തിനെ അവസാനിപ്പിച്ച് കളയണം. മൺഡേ മോർണിംഗ് ഞാൻ കോൺട്രാക്റ്റുമായിട്ട് കോർട്ടിൽ വരും. പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നിന്റെ അപ്പൻ്റെയും നിന്റെ അമ്മയുടെ പേരിലുള്ള കേസ് ഞാൻ റിലീസ് ചെയ്യും. പക്ഷേ ആ കോൺട്രാക്റ്റിൽ ഞാൻ ഒരു ക്ലോസ് ഇടും. നീ എനിക്ക് തരുന്ന ചെക്കുകൾ ഏതെങ്കിലും ഒരു ചെക്കും ബൗൺസ് ആയാൽ നിന്നെ മാത്രമല്ല നിന്റെ അമ്മയും ഞാൻ ജയിലാക്കിത്തരും. ലൈബ്രറിയെ പറ്റി தெரியுமாடா உனக்கு? It's a bloody shithole. Civil war, Ebola virus, waterborne diseases. உங்க அப்பங்க கதற செத்த கூட அது தெரியறதுக்கு 2 நாள் ஆகும்டா. Wanna say father? This is your chance. நாளே நாள் தான் இருக்கு மண்டேக்கு. You only have 4 more days for Monday. நாளே நாள் தான். What can I do, Jerry? I do not have the money, and I'm going home in a few days' time. സമദ്, പ്ലീസ് സമദ്. I'll see what I can do. നീ ഒരു ബയറിനെ ഒപ്പിക്കുക. എന്നിട്ട് എത്ര ടൺ സ്റ്റീൽ വേണമെങ്കിലും യാടി നിർത്തുന്നു പോയിക്കോ. Okay, sir. Sir, I need the money. It's urgent. Sir, please. I'm repeating the same thing which Yusuf has been telling you. Go find a buyer and the steel is all yours. ഹലോ സാർ, ഐ മീൻ മാർക്കറ്റിനെക്കാളും കുറവിട്ടില്ലെന്ന് തരാം സാർ. ഇത് ജെറിയാണ്, സെൻറ്റൂർ ഗ്രൂപ്പിൽ നിന്ന്. ഹലോ, ഇത് അൽസാദിക്കാണോ? ഞാൻ ഓഫീസിൽ വിളിച്ച് സംസാരിച്ചിരുന്നു സ്റ്റീൽ റിക്വയർമെൻറ്റിനെ കുറിച്ച്. Please call me later. എബിൻ, എബിൻ, എന്തു പറ്റി? എടാ എന്തു പറ്റിയെന്ന്? കോളേജിൽ നിന്ന് ഞാൻ ഡിസ്മിസ് ആവാൻ കാരണമായ പയ്യനെ ഓർമ്മയുണ്ടോ ചെറുക്കി? നവീൻ മാത്യുസോ? അവനെ ഞാനൊന്ന് കണ്ടു. അവൻ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അവൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയോ? എബിൻ, നിന്റെ അപ്പം ബിസിനസ് പൊട്ടി നാട് വിട്ടെന്ന് കേട്ടു. അപ്പം പോയാലെന്താ, നിന്റെ അമ്മ അവിടെ ഇല്ലേ? താല്പര്യം ഉണ്ടാവൂടാ നിന്റെ അമ്മയ്ക്ക് ഞങ്ങളുമായിട്ടൊരു ബിസിനസ് ചെയ്യാൻ? എന്നിട്ട് നീ എന്താ ചെയ്തേ?
എടാ നീ എന്താ ചെയ്തത്? വാ തുറന്ന് പറ. ഞാൻ ഒന്നും ചെയ്തില്ല. റോഡിൽ കിടന്ന് എപ്പോഴും അടി ഉണ്ടാക്കണ ഞാനല്ലേ, എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാക്കണ ഞാനല്ലേ. ഞാൻ അവനൊന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. വാ. അമ്മയ്ക്ക് പറഞ്ഞവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. അമ്മയ്ക്ക് പറയണം. വാ. ഹലോ, ഫിലിപ്പങ്ങളെ താമസിക്കാൻ പുതിയൊരു ഫ്ലാറ്റ് കിട്ടോ? നിങ്ങളുടെ ഫ്ലാറ്റിന് എന്താ പറ്റി? അല്ല, ഈ ഫ്ലാറ്റിൽ ഇനി താമസിക്കാൻ പറ്റും തോന്നല്ല. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഈ ഫ്ലാറ്റിലെ ഭയങ്കര ചോർച്ച. ചോർച്ചേ? ഇവൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ദേ ഒരു ചേട്ടൻ ഇരിക്കുന്നു, ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് കയ്യിൽ കൊടുത്തിരിക്കുക. നീ ആരടാ? ഗുണ്ടാ തലവനോ? ആ ഇടി കിട്ടിയ പയ്യന്റെ ദേഹം ഒന്ന് കാണണം. മാവ് കുഴച്ച മാതിരി ഇരിക്കുക, ഒരു ഇഞ്ച് ബാക്കി വെച്ചിട്ടില്ല. ഞാൻ അവന്റെ പേരൻസിന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ അവര് കേസിനൊന്നും പോവാഞ്ഞ്. അതുകൊണ്ടൊന്നും അല്ല, അവനെന്ത് തോന്നിയാസാ പറഞ്ഞെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവനെ വീട്ടിൽ പോലും കയറ്റാറില്ല അവര്. നീ മിണ്ടരുത്. ഫിലിപ്പ് ചൈനവനെയൊക്കെ ഒന്ന് ഉപദേശിച്ചൂടെ? അത് പിന്നെ അവൻ പറഞ്ഞത് തോന്നിയ ദിവസമാണെങ്കിലും നീ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കണ്ടായിരുന്നു, വല്ല പ്ലാസ്റ്റിക് ബാറ്റോ മറ്റോ മതിയായിരുന്നു. മാറി ഇറക്കാം. പറയാൻ പോയ എന്നെ പറയണം. മുരളി മേനോനായിട്ട് സംസാരിച്ചോ? നാളെ കോടതി കാണാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ എൻ്റെ പകുതി പൈസയല്ലേ റെഡിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ പേരിലുള്ള കേസ് മാത്രം റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. പപ്പ ചെറി, നീ പപ്പയെ വിളിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ. ഹൗസ് ഹി ഇപ്പോൾ പഴയ പോലെയൊക്കെ സംസാരിക്കാറുണ്ടോ? ഐ വാസ് നെവർ എ ഗുഡ് സൺ ചെറി. ഞാൻ പപ്പയെ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ? നിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നീ നിന്റെ പപ്പയെ പോലെ. ഈ മുരളി മേനോൻ്റെ വീട് എവിടെയാ? ബർദുബായിലാ. എന്തു പറ്റി? നമുക്ക് രാത്രി അവിടെ ചെന്ന് 2 പൊട്ടിക്കൽ പൊട്ടിച്ചാലോ? നീ കഴിച്ചില്ലല്ലോ, എന്നാ കഴിക്കി. ഞാനിന്ന് രാവിലെ നിന്നെ സ്വപ്നം കണ്ടു. രാത്രി വല്ലതും കണ്ട് പേടിച്ചിട്ടായിരിക്കും. പോടാ. സ്വപ്നത്തില് നിന്റെ അടുത്ത് വലത്തുമായിട്ട് ഞാൻ ഏഞ്ചൽസിനെ കണ്ടു. എന്നിട്ട് ഏഞ്ചൽസ് കാശ് വല്ലതും തന്നോ? നിനക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. जरी साहब, जरी साहब, पहचाना साहब आपने मुझे? मैं पुराने फ्लैट में सिक्योरिटी था साहब. ओ रविंदर, कैसे हो? बहुत अच्छा साहब, मेरी बेटी की शादी हो गई सर. ओ कंग्रेट्स साहब जेकब साहब से मिलना था. वो आउट ऑफ स्टेशन है. जेकब साहब ने मेरी बहुत मदद की है, ये मेरी बेटी ने बनाया है, ये आप प्लीज़ उन्हें दे दीजिए. थैंक यू. अरे आप तो खोल के तो देखिए. कैसा लगा साहब? बहुत अच्छा है. चलता हूँ साहब.
साहब गॉड ब्लेस योर फैमिली. ठीक बोला साहब. चलता हूँ साहब. Hello. Listen, I told you you'll get your money today. You'll get your money back today. Trust me. Okay, bye. Tell me what is the problem. What is the case? سمحت أنا محتاج أخلص أوراق क्या ضروري. हुआ क्या मसला है आपका Actually, I have no work permit. कब एक्सपायर हो रहा है A contract? I cannot stay with him. I want a divorce. Surely? Yes, sir. I have to do my job. Assalamu alaikum. عليكم السلام. كيفك؟ بخير. شو أخبارك؟ شو هذا عقد؟ أيوة. കോടതിയിലേക്ക് കേസ് പോകുന്നതിന് മുമ്പ് കോൺട്രാക്ട് ഇവിടെ നോട്ടറൈസ് ചെയ്യണം. നോട്ടറി പബ്ലിക്കിന്റെ അറ്റസ്റ്റേഷൻ കിട്ടിയാലേ ഇയാൾ ഉണ്ടാക്കിയ കോൺട്രാക്ട് വാല്യൂഡ് ആവുള്ളൂ. معك رقم الكيس؟ كيس نمبر 2141 علي صوتك. لاودر علي صوتك. 21412008